ഞാനെപ്പോഴും പറയാറുള്ള ഒരു കൊച്ചുകുട്ടി അവരേതൊരു സമയത്ത് അവസാനിപ്പിക്കാറുണ്ട്. അവസാനിപ്പിക്കത്തേ ഇല്ല. അവർ ഒരു ടോയ് വാങ്ങണം എന്ന് പറഞ്ഞാൽ ടോയ് വാങ്ങിയിട്ടേ അവർ പോവുള്ളൂ. അതിന് ചിരിച്ചു കാണിക്കും, ഉമ്മ തരും, നടന്നിലെ കരയും, അല്ലെങ്കിൽ തലകുത്തി മറിയും, തലയിട്ടിടിക്കും. ഈ ടോയ് അവൻ്റെ കിട്ടുന്നിടം വരെ അവൻ വിടാതെ പിടികൂടും. അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയതായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ത്രില്ല, രസമാണ്. അതിനകത്ത് മൂക്കിടിച്ച് അതിൻ്റെ അകത്ത് എല്ലാം സക്സസ് ആണല്ലോ കേട്ടോ. 10 ഒരെണ്ണത്തേക്ക് വിജയിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി 9 മൂക്കിടിച്ച് പറിച്ച് കൈയും കാലും ഒടിച്ച് ഞാൻ ഇഷ്ടംപോലെ കിടന്നിട്ടുണ്ട്. പക്ഷെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടിയിൽ അടുത്ത തോണി ഇറക്കി അത് യാതൊരു സംശയമില്ല. ചിലപ്പം നിങ്ങളാരും ഇവിടെ ഇരുന്ന് എല്ലാവരും മോട്ടിവേഷൻ ആവുന്നത് ചിലപ്പോൾ ഇത് ക്രാഷ് ചെയ്യാം. അവിടെ പേടിക്കൊന്നും വേണ്ട. ഇതുകൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ കൂടെയുള്ള പല ആൾക്കാരോടും പറഞ്ഞു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ തന്നെ കൂടെ വന്ന് എല്ലാവരോടും പറഞ്ഞു. കാരണം ഞാൻ എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യും. കാരണം നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അതിനകത്ത് വന്നിട്ടുള്ള തിക്തഫല അനുഭവങ്ങളെ വെച്ചിട്ട് അത് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അടുത്ത്. സ്വാഭാവികമായിട്ട് അതാണ് നമ്മൾ വേണ്ടത്. പല ആൾക്കാർക്കും പറ്റുന്നത് എന്താണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് ഒരു ഫെയിലിയർ 1, 2, 3 ഫെയിലിയർ കഴിയുമ്പോഴത്തേനും സംഭവം നമ്മൾ പാട്ടുപടിക്കും മടക്കി അവസാനിപ്പിച്ചു. ഇതൊരിക്കലും ഞാനെപ്പോഴും പറയാറുള്ള ഒരു കൊച്ചുകുട്ടി അവരേതൊരു സമയത്ത് അവസാനിപ്പിക്കാറുണ്ട്. അവസാനിപ്പിക്കത്തേ ഇല്ല. അവർ ഒരു ടോയ് വാങ്ങണം എന്ന് പറഞ്ഞാൽ ടോയ് വാങ്ങിയിട്ടേ അവർ പോവുള്ളൂ. അതിന് ചിരിച്ചു കാണിക്കും, ഉമ്മ തരും, നടന്നിലെ കരയും, അല്ലെങ്കിൽ തലകുത്തി മറിയും, തലയിട്ടിടിക്കും. ഈ ടോയ് അവൻ്റെ കിട്ടുന്നിടം വരെ അവൻ വിടാതെ പിടികൂടും. ഇത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അല്ല ഓർഡിനറി ആയിട്ട് ജീവിക്കാൻ തീരുമാനിക്കും.